വിഷയം ഗുരുദർശനം കാവ്യയ്ക്കും ചുവപ്പിനുമിടയിൽ. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രമുഖ മലയാളം സാഹിത്യകാരനും വിമർശകനും അധ്യാപകനുമായ ബി രാജീവൻ, കൂടാതെ എഴുത്തുകാരനും എസ് ഗോപാലകൃഷ്ണൻ സാർ എന്നിവരാണ്. രണ്ടുപേരെയും ഹൃദയത്തിൻ്റെ ഭാഷയിലെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നാരായണ ഗുരു ദർശനവും കേരള സമൂഹത്തിൻ്റെ വർത്തമാന കാലവുമെന്ന് പൊതുവെ പറയാവുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് രാജീവൻ മാഷും ആയിട്ടുള്ള ഈ സംഭാഷണം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായി വളരെ വലിയ ആഹ്ലാദമുണ്ട് രാജീവൻ മാഷുമായിട്ട് നാരായണ ഗുരുവിനെക്കുറിച്ച് സംസാരിക്കാൻ ഉള്ള ഒരു അവസരം ഉണ്ടായതിൽ അതിനു ഞാൻ ഹോർത്തൂസിൻ്റെ സംഘാടകരോട് പ്രത്യേകം എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നാരായണ ഗുരുവിനെ കേരള സമൂഹത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് അപഗ്രഥിച്ചിട്ടുള്ള ചുരുക്കം ആളുകളിൽ ഒരാളാണ് പ്രൊഫസർ ബി രാജീവൻ. സ്വാഗതം രാജീവ് മാഷ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ ഈ പുതിയ നൂറ്റാണ്ടിൻ്റെ പിറവിക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന 3 ചരിത്ര പുരുഷന്മാരാണ് ഗാന്ധി, അംബേദ്കർ, ശ്രീനാരായണ ഗുരു എന്നിവർ. നിർണായകങ്ങളായ എല്ലാ സാമൂഹ്യ വിഷയങ്ങൾക്കും കേരളത്തിലെ മുഖ്യധാര ചിന്താശൈലികളിലും ബദൽ ചിന്താശൈലികളിലും നിർണായകമായ സ്വാധീനം കഴിഞ്ഞ 20 ആണ്ടുകളിൽ മഹാത്മാഗാന്ധിയും ഡോക്ടർ BR അംബേദ്കറും ശ്രീനാരായണ ഗുരുവും ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോട് ഒന്നിച്ച് തന്നെ കഴിഞ്ഞ ഒരു 2-3 പതിറ്റാണ്ടുകളിൽ കേരളത്തിൻ്റെ ചിന്താധാരകളുടെ ആരൂഢമായി പ്രവർത്തിച്ചു പോരുന്ന പുതിയ സ്ത്രീപക്ഷ ചിന്താ രീതികളും കൂടിയുണ്ട്. ഇതെല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു മാറ്റത്തിൻ്റെ ചിന്താമണ്ഡലം, സംവാദ മണ്ഡലം കേരളത്തിൽ ഉണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. വർത്തമാനകാലത്തിൽ നിരവധി തലമുറകളുണ്ട്. ആ തലമുറകളിൽ 2000-ന് ശേഷം ജനിച്ചിട്ടുള്ള ആളുകളൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്ന വിഷയത്തെ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. എങ്കിൽ പോലും ഈ ഒരു ആമുഖത്തോടു കൂടിയാണ് എനിക്ക് രാജീവൻ മാഷുമായിട്ടുള്ള സംഭാഷണം തുടങ്ങാൻ ആഗ്രഹം. ഈ കഴിഞ്ഞ ഒരു 2-3 പതിറ്റാണ്ടുകളിൽ ഗാന്ധി, അംബേദ്കർ, നാരായണ ഗുരു എന്നിവർ കേരളത്തിൻ്റെ സംവാദ മണ്ഡലത്തിൽ ചെലുത്തിയിട്ടുള്ള മാറ്റങ്ങളെ എങ്ങനെയാണ് രാജീവ് മാഷ് കാണുന്നത്? ഗാന്ധി, അംബേദ്കർ, നാരായണ ഗുരു നമ്മുടെ സമൂഹത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഉള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നിവിടെ നമുക്ക് ചർച്ച ചെയ്യാൻ തന്നിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ പേര് തന്നെ ഈ ഗുരുദർശനം കാവിക്കും ചുവപ്പിനും ഇടയിൽ എന്നൊരു വിഷയം എന്തുകൊണ്ട് ഉയർന്നു വന്നു എന്നുള്ളത് ഇവരെക്കുറിച്ചുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. വാസ്തവത്തിൽ കാവിക്കും ചുവപ്പിനും ഇടയിലെന്ന് പറയുമ്പോൾ ഈ പറയപ്പെട്ട ഇപ്പോൾ അംബേദ്കർ ആയാലും ഗാന്ധി ആയാലും നാരായണ ഗുരു ആയാലും ഈ പറയപ്പെട്ടവരുടെയൊക്കെ ദർശനങ്ങൾ ഗോപാലകൃഷ്ണയുടെ സൂചിപ്പിച്ചതുപോലെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവരുടെ ദർശനങ്ങളൊക്കെ എങ്ങനെ ഇന്ന് വികലമാക്കപ്പെടുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാണ് ഈ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് തന്നെ. നമുക്കറിയാം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്ന് പറഞ്ഞ നാരായണ ഗുരു അത് പറഞ്ഞു വെച്ചു പോയിട്ട് എത്രയോ കാലമായിരിക്കുന്നു. നമ്മൾ ഇതുപോലെയുള്ള സദസ്സുകളിൽ അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇന്നും നമ്മൾ പല ജാതി, പല മതം, പല ദൈവം എന്ന് പറയുക മാത്രമല്ല അത് പ്രവർത്തിക്കുക കൂടി ചെയ്യുകയാണ്. അതിൻ്റെ പേരിൽ പരസ്പരം മത്സരിക്കുന്നു.
രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പല ജാതികളെയും പല മതങ്ങളെയും പല ദൈവങ്ങളെയും ആസ്പദമാക്കി ജനങ്ങളെ ഭിന്നിപ്പിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഗോപാലകൃഷ്ണനോട് ചോദിച്ചതുപോലെ നമ്മൾ ആശയതലത്തിലുള്ള ഒരു ചർച്ചയേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചർച്ച കടക്കുന്നതായിരിക്കും കൂടുതൽ പ്രസക്തം എന്നെനിക്ക് തോന്നുകയാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ എല്ലാ മഹാത്മാക്കളും, ഇപ്പോൾ ക്രിസ്തു മുതൽക്കുള്ള ഏത് പ്രവാചകൻ്റെയും മഹാത്മാവിൻ്റെയും കഥ എടുത്താലും അവർ ജീവിച്ച സമൂഹത്തിൽ എന്തിനു വേണ്ടി അവർ നിലകൊണ്ടോ, അല്ലെങ്കിൽ ഏതൊരു തിന്മയ്ക്കെതിരായിട്ടാണോ അവർ പൊരുതിയത്, ഈ തിന്മകൾ തന്നെ പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ അവരെ ഏറ്റെടുക്കുന്നതാണ് നാം കണ്ടുവരുന്നത്. ഏത് മഹാത്മാവിൻ്റെയും കാര്യത്തിൽ അതാണ്. ഇപ്പോൾ ഗാന്ധി തന്നെ ദരിദ്രരില്ലാത്ത ഇന്ത്യ ഉണ്ടാക്കണമെന്നാണ് ഗാന്ധിയുടെ ലക്ഷ്യം. ദരിദ്രനാരായണൻ്റെ മോചനമായിരുന്നു ഗാന്ധിയുടെ ലക്ഷ്യം. ജാതിയും മതവുമില്ലാത്ത കേരളമായിരുന്നു നാരായണ ഗുരുവിൻ്റെ ലക്ഷ്യം. ഇതൊന്നും നടന്നില്ലല്ലോ. അവരെയെല്ലാം വിഗ്രഹങ്ങളാക്കി നമ്മൾ കൂട്ടിലടച്ചു വച്ചിരിക്കുകയാണ്. ഇതാണ് സാഹചര്യം. അപ്പോൾ ഇതിൽ നിന്ന് എന്തുകൊണ്ട് ഇവരുടെ യഥാർത്ഥമായ ദർശനങ്ങളിലേക്ക് ലോകം കടക്കുന്നില്ല? അതെന്താണ് തടസ്സം? എന്താണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്നുള്ളതാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരമായി പറയാനുള്ളത്. ഗുരുവിൻ്റെ ആശയ ലോകത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് രാജീവ് മാഷ് പറഞ്ഞ പോലെ നമ്മുടെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾക്കുള്ളിൽ എങ്ങനെയാണ് ഗുരുവിനെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മതപ്രസ്ഥാനങ്ങളോ ജാതീയ പ്രസ്ഥാനങ്ങളോ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ പ്രോബ്ലംസ് എന്താണെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. രാജീവൻ മാഷിൻ്റെ ശ്രീനാരായണൻ്റെ രാഷ്ട്രീയം എന്ന ഉപന്യാസത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. നാരായണ ഗുരുവിനെ സാമൂഹ്യ വിപ്ലവകാരി എന്നും ആധുനിക കേരളത്തിൻ്റെ പിതാവെന്നും സന്ദർഭോചിതമായി വിശേഷിപ്പിക്കാൻ മടിക്കാത്തവർ പോലും ആധുനിക കേരളം പിറന്നത് പ്രാദേശികവും വൈദേശികവുമായ അധികാര ശക്തികൾക്കെതിരെ നടന്ന സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണെന്നും ആ സമരത്തിനു പിന്നിൽ ജനാധിപത്യ വിപ്ലവത്തിൻ്റേതായ ഒരു രാഷ്ട്രീയമുണ്ടെന്നും ആ രാഷ്ട്രീയം ശ്രീനാരായണ ധർമ്മത്തിൻ്റെ രൂപത്തിലാണ് ഈ നാടിൻ്റെ മോചനത്തിൽ പ്രവർത്തിച്ചതെന്നും മറന്നുപോകുന്നു. ഇങ്ങനെ ശ്രീനാരായണനെ സ്തുതിക്കുകയും ശ്രീനാരായണ ധർമ്മത്തിൻ്റെ രാഷ്ട്രീയത്തെ അവഗണിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ശ്രീനാരായണൻ പ്രതിലോമ ശക്തികളുടെ കയ്യിൽ ഒരു രാഷ്ട്രീയ ഉപകരണമായി മാറിയത്. ഇതാണ് രാജീവൻ മാഷ് എഴുതിയ ഭാഗം. ഈ ഖണ്ഡിക ഇന്നത്തെ നമ്മുടെ സംഭാഷണത്തിൻ്റെ ഒരു പ്രവേശികയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഏത് സാമൂഹ്യ ഘടകങ്ങളാണ് ഗുരുവിനെ സാധ്യമാക്കിയത് എന്ന ആലോചനയാണ് രാജീവ് മാഷിൻ്റെ ഈ പ്രസ്തുത ലേഖനം. ഗുരു പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരു ഭാഷയിൽ നേരത്തെ പറഞ്ഞവർ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഗുരു നേതൃത്വം കൊടുത്ത സാമൂഹ്യ വിപ്ലവമാകട്ടെ അനന്യമായി നിൽക്കുകയും ചെയ്യുന്നു. ആ സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ ഗുരു ചിന്തിച്ചതുപോലെ അതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ തമിഴ്നാട്ടിൽ ചിന്തിച്ച അല്ലെങ്കിൽ കേരള തമിഴ്നാട് ബോർഡറുകളിൽ ചിന്തിച്ചിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഏത് സാമൂഹ്യ ഘടകമാണ് ഗുരുവിനെ സാധ്യമാക്കിയത്? അതെ, വളരെ പ്രസക്തമായൊരു ചോദ്യമാണിത്. അപ്പോൾ ഈ ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഗുരുവിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കിയില്ല എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം ഗോപാലകൃഷ്ണയുടെ പറയുകയുണ്ടായി. അപ്പോഴതിന് നമ്മൾ ഈ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഇന്നത്തെ മാനദണ്ഡങ്ങൾ വെച്ച് അത് പരിശോധിച്ചാൽ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ ആഴത്തിലേക്ക് കടക്കണമെങ്കിൽ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ വേരുകൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് ഗോപാലകൃഷ്ണനോട് സൂചിപ്പിച്ച ഇപ്പോൾ വൈകുണ്ഠസ്വാമികളെയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. ഇപ്പോൾ വൈകുണ്ഠസ്വാമി ഗുരുവിന് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനടുത്തോളം മുമ്പാണ്, ഒരു കാലത്താണെന്ന് ആലോചിക്കണം വൈകുണ്ഠസ്വാമി വരുന്നത്. വൈകുണ്ഠസ്വാമി ഒരേ മതം, അതാണ്
ഒരേ ജാതി, ഒരേ ജാതി, ഒരേ മതം, ഒരേ ദൈവം, ഒരേ ഉലകം, ഒരേ അരശ് എന്ന് ഗുരു പറയുന്നതിന് വളരെ മുമ്പ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് ഈ വേര് മനസ്സിലാക്കണമെങ്കിൽ ഇതെവിടെ നിന്ന് വന്നു? വൈകുണ്ഠസ്വാമിയുടെ ഈ മുദ്രാവാക്യം, ആ മുദ്രാവാക്യമാണ് കേരളത്തിലേക്ക് ഈ കേരളീയ നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാനമാക്കി ഗുരു കൊണ്ടുവരുന്നത്. ഇത് വരുന്നത് തമിഴ്നാട്ടിൽ വളരെ അടിത്തട്ടിൽ കിടന്ന ഒരു ജനതയുടെ മോചനത്തിനു വേണ്ടി. തിരുവിതാംകൂറിൽ അന്നത്തെ ഒരു രാജഭരണമെന്ന് പറയുന്നത് സാധാരണ രാജഭരണമായിരുന്നില്ല. അത് ബ്രിട്ടീഷ് പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു ഹിന്ദു തിയോക്രാറ്റിക് സ്റ്റേറ്റാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. അവിടെ ജാതി വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാളൊക്കെ വളരെ ദുഷിച്ച ജാതി വ്യവസ്ഥ മാത്രമല്ല, ജാതി വ്യവസ്ഥയുടെ പേരിലുള്ള വലിയ ചൂഷണം, ഊഴിയം വേല എന്നൊക്കെ പറയുന്ന വലിയ ചൂഷണം നിലനിന്നിരുന്നൊരു കാലമാണത്. ഈ സന്ദർഭത്തിൽ അവരുടെ മോചനത്തിന് വേണ്ടി, ഏറ്റവും അടിത്തട്ടിലെ ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി നേതൃത്വം കൊടുത്ത് ഉയർന്നു വന്ന ഒരു മഹാത്മാവാണ് വൈകുണ്ഠസ്വാമികൾ. ഈ വൈകുണ്ഠസ്വാമികൾ വാസ്തവത്തിൽ അവിടെയാണ് നമ്മൾ ഈ നാരായണ ഗുരുവിൻ്റെ സംഭാവനകളുടെ പ്രാധാന്യവും കാണേണ്ടത്. വൈകുണ്ഠസ്വാമികൾ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ തന്നെ നായകനായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം ബംഗാളിൽ രാജാറാം മോഹൻ റായ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്ന അതേ കാലത്ത് തന്നെയാണ് ഇവിടെ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിക്കുന്നത്. ബ്രഹ്മസമാജമാണ് സ്ഥാപിച്ചത് അവിടെ. ഉപരിവർഗങ്ങൾക്ക് വേണ്ടി, ഉപരിജാതികൾക്ക് വേണ്ടിയിട്ടുള്ള സമാജമാണ് രാജാറാം മോഹൻ റായ് സ്ഥാപിച്ചത്. ഇവിടെ സമത്വ സമാജം സ്ഥാപിച്ചതാകട്ടെ താഴേക്കടയിൽ ഉള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് വൈകുണ്ഠസ്വാമികൾ ചെയ്തത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, ഈ സമത്വ സമാജം എന്നതിലെ സമത്വം എന്ന വാക്കുണ്ടല്ലോ, ആ വാക്ക് പടിഞ്ഞാറ് നിന്ന് വന്നതല്ല. അത് വൈകുണ്ഠസ്വാമി സമൂഹത്തിൻ്റെ അടിത്തട്ടിലെ മനുഷ്യരുടെ സമത്വപൂർണമായ ജീവിതത്തിൻ്റെ മാതൃകയെ ഉദാഹരിക്കാൻ വേണ്ടി, അതിനെ ആവിഷ്കരിക്കാൻ വേണ്ടി സ്വയം കണ്ടെത്തിയ ഒരു പരികൽപ്പനയാണ് ആ സമത്വം. രാജാറാം മോഹൻ റായ്ക്കാകട്ടെ അത് യൂറോപ്പിൽ നിന്നാണ് കിട്ടിയത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരാധകനായിരുന്നു രാംമോഹൻ റോയ്. അദ്ദേഹം അവിടെ നിന്നാണ് ആ സമത്വം സങ്കല്പിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് ബ്രഹ്മസമാജം എന്ന് പേരിടുകയും ചെയ്തു. ഇവിടെ സമത്വ സമാജം ഈ വിധത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെയുള്ള ജീവിതത്തിൻ്റെ സമത്വം എന്ന സങ്കല്പം ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ സമത്വ സങ്കല്പം വരുന്നതാകട്ടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അതാണ് സമത്വത്തെക്കുറിച്ച് യൂറോപ്പ് പോലും ചിന്തിക്കുന്നതിന് മുമ്പാണ് വൈകുണ്ഠസ്വാമികൾ ഈ സമത്വ സങ്കല്പം കൊണ്ടുവരുന്നതെന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു സമത്വ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ഏറ്റവും അധകൃതരായ ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട്, എല്ലാ ജാതിക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് അവർ അന്ന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിലായിരുന്നല്ലോ ഈ മിശ്രഭോജനം എന്നൊക്കെ. എത്രയോ മുമ്പ് ഏറ്റവും അടിത്തട്ടിലുള്ള പറയനെയും പുലയനെയും നാടാനെയും അതുപോലുള്ള എല്ലാ സമൂഹങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരുമിച്ചിരുത്തിക്കൊണ്ട് മിശ്രഭോജനം ആരംഭിക്കുകയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ബ്രാഹ്മണർക്ക് മാത്രം വിധിക്കപ്പെട്ടിരുന്ന ശുചീന്ദ്രം തേര് വലിക്കാൻ കൊണ്ടുപോവുകയും ചെയ്തതെന്ന് ആലോചിക്കണം. ഇത്തരത്തിലുള്ള ആശയപരമായ വലിയൊരു വിപ്ലവം ഒരു വശത്ത്, അത് പ്രായോഗികമായി നടപ്പാക്കുന്നതിനൊരു വശത്ത് വലിയ ജനപിന്തുണയോടുകൂടിയാണ് അതൊക്കെ വൈകുണ്ഠസ്വാമികൾ നടപ്പാക്കിയത്. അങ്ങനെ ആ ജനപിന്തുണ കണ്ട് അന്ന് നാട് ഭരിച്ചിരുന്നത് സ്വാതിരുന്നാളാണ്. സ്വാതിരുന്നാളിന് പോലും അന്ന് ജനങ്ങളൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നിട്ട് ജനങ്ങളെ അങ്ങനെ അവർ മുമ്പൊരിക്കലും സങ്കല്പിച്ചിട്ടില്ലാത്ത ജീവിത മാതൃകകളിലേക്കാണ് കൊണ്ടുവരുന്നത്. അത് കണ്ടപ്പോൾ ജനങ്ങളൊക്കെ വിചാരിച്ചത് വൈകുണ്ഠസ്വാമികൾ വിഷ്ണുവിൻ്റെ അവതാരമാണെന്നാണ്. സ്വാതിരുന്നാളിന് പോലും സംശയം വന്നു, ഇദ്ദേഹം വിഷ്ണുവിൻ്റെ അവതാരമാണോ എന്ന്. ഒരു ദിവസം സ്വാതിരുന്നാൾ തന്നെ തൻ്റെ അനുചരനായ ഒരാളിനോട് ചോദിച്ചു എന്നാണ് പറയുന്നത്, സംശയം തോന്നിയിട്ട്, ഇനി വിഷ്ണുവിൻ്റെ അവതാരമോ മറ്റോ ആണോ ഇനി എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അനുചരനായിട്ട് അടുത്തു നിന്ന് കൊട പിടിച്ചു കൊടുക്കുന്ന ആൾ പറഞ്ഞത്, ഭൃത്യൻ പറഞ്ഞത്, ഏയ് ഒരിക്കലും മഹാവിഷ്ണു ഒരു നാടാരായിട്ട് അവതരിക്കില്ല, ഒരു നായരായിട്ടോ നമ്പൂരിയായിട്ടോ അവതരിച്ചേക്കാം. അപ്പോഴും സ്വാതിരുന്നാൾ പറഞ്ഞത്, ഏയ് അതല്ല, പന്നിയായിട്ടും ആമയായിട്ടും ഒക്കെ അവതരിക്കാമെങ്കിൽ നിശ്ചയമായിട്ടും ഒരു നാടാരായിട്ടും അവതരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര കണ്ട് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അത്. അതിലുണ്ടായിരുന്ന
സൈദ്ധാന്തിക പരികൽപ്പനകളൊക്കെ തന്നെയും ഒട്ടും പാശ്ചാത്യമല്ലാത്ത ജനജീവിതത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന പരികൽപ്പനകളായിരുന്നു. അത് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതായിരുന്നു. ഇതാണ് നാരായണ ഗുരുവിൻ്റെ വേരുകൾ അന്വേഷിക്കുമ്പോൾ നാം ചെന്നെത്തുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇതിനെ കേരളത്തിൽ എങ്ങനെ രൂപപ്പെടുത്താം, എങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പുതിയ ഉണ്മയെ സൃഷ്ടിക്കാൻ എങ്ങനെയാണ് കഴിയുക എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണമാണ് പുതിയ രൂപത്തിൽ. അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. നാരായണ ഗുരു തന്നെ അത് പരീക്ഷിക്കുകയായിരുന്നു പുതിയ രൂപത്തിൽ കേരളീയ സമൂഹത്തിൽ. അതിൻ്റെ ഒരു ഉയർന്ന രൂപമാണ് കേരളീയ സമൂഹത്തിൽ നാരായണ ഗുരു അവതരിപ്പിച്ചത്. ഈ അടിത്തട്ടിൽ നിന്നുള്ള ജീവിതത്തിൻ്റെ ബദൽ ശക്തികൾ എന്നുള്ളതാണ്. ഏറ്റവും കീഴാളൻ്റെ ശക്തികളാണതൊക്കെ. ആ ബദൽ ശക്തികളെ എങ്ങനെ രാഷ്ട്രീയ ശക്തിയായി പരിവർത്തിപ്പിക്കാം എന്നുള്ള പരീക്ഷണമാണ് ഗുരു നടത്തിയത് എന്നുള്ളതാണ്. ഇത്രയുമാണ് എനിക്ക് അതിൻ്റെ ആ രാഷ്ട്രീയ ആ സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം ഇതാണ്. ഈ സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗൃഹപാഠം ചെയ്യുന്ന സമയത്ത് രാജീവൻ മാഷുമായിട്ട് ഞാൻ ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജീവ് മാഷ് പറഞ്ഞ മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. അത് ഈ ഒരു സാഹചര്യത്തിൽ അന്നത്തെ കേരള സമൂഹത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ലഭിച്ച സമ്പന്നരായ ഈഴവർ കേരളത്തിൽ ഉണ്ടാവുകയും അവർക്ക് ജോലി ലഭിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം വൈകുണ്ഠസ്വാമികൾ വ്യാപരിച്ച പ്രദേശങ്ങളിലില്ലായിരുന്നു. ഇങ്ങനെ ഒരു സാമൂഹിക ഘടകം കൂടി നാരായണ ഗുരുവിനെ സാധ്യമാക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് രാജീവൻ മാഷ് അന്ന് ഫോണിൽ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു. അത് ഞാനൊന്ന് ആഡ് ചെയ്യാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ തികച്ചും ഒട്ടും പാശ്ചാത്യമല്ലാത്ത തികച്ചും പൗരസ്ത്യമായ ഒരാശയത്തിൻ്റെ പുറത്താണ് നാരായണ ഗുരു പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇന്ന് രാജീവൻ മാഷ് ഇവിടെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു സംഭവം, താരകനാഥ് ബാനർജി എന്ന് പറയുന്ന ഒരു അന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന എൻജിനീയർ ആയിട്ടുണ്ടായിരുന്ന ഒരു വലിയ വിപ്ലവകാരി 1907 അന്ന് സൗത്ത് ആഫ്രിക്കയിലാണ് മഹാത്മാഗാന്ധി. അന്ന് അദ്ദേഹം താരകനാഥ് ബാനർജി സായുധമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സായുധ സമരം നടത്തണമെന്ന് ഉള്ള ആശയഗതിക്കാരനായിരുന്നു. അന്ന് അദ്ദേഹം ലിയോ ടോൾസ്റ്റോയ്ക്ക് താരകനാഥ് ബാനർജി ഒരു കത്തയക്കുന്നുണ്ട്. സായുധമായിട്ട് മാത്രമേ ബ്രിട്ടീഷുകാരെ നേരിടാൻ സാധിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എ ലെറ്റർ ടു എ ഹിന്ദു, ഒരു ഹിന്ദുവിനുള്ള ഒരു കത്ത് എന്ന പേരിൽ ടോൾസ്റ്റോയ് താരകനാഥ് ബാനർജിക്ക് ഒരു കത്തയക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, കിഴക്കിൻ്റെ ഒരു സന്യാസിക്ക് മാത്രമേ ഇന്ത്യയിലെ ഈ വിമോചന സമരത്തിനെ നയിക്കാൻ സാധിക്കൂ എന്ന്. ഇത് അന്ന് കപ്പലുകളിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ ഒരു കോപ്പി സൗത്ത് ആഫ്രിക്കയിലുള്ള ഗാന്ധിയുടെ കയ്യിൽ വരികയും ഗാന്ധി ഇത് ടോൾസ്റ്റോയ് തന്നെ എഴുതിയതാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ടോൾസ്റ്റോയ്ക്ക് ഒരു കത്തയക്കുകയും ടോൾസ്റ്റോയ് അപ്പോൾ ഗാന്ധിക്ക് മറുപടി അയച്ചു, ഇത് ഞാൻ തന്നെ അയച്ച കത്താണ് എന്ന് പറഞ്ഞു. ഈ കത്ത് വളരെ നിർണായകമായ ഒരു സ്വാധീനം ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാക്കുകയാണ്. ഞാനും കൂടിയാണ് ഈ രാഷ്ട്രീയ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് ഗാന്ധി തീരുമാനിക്കുന്നത് കിഴക്കിൻ്റെ ഒരു സന്യാസി വേണം എന്നുള്ള ഒരു വാദത്തിൽ നിന്നാണ്. ഇപ്പോൾ നാരായണ ഗുരു ഇന്ത്യൻ ദാർശനിക പദ്ധതി പ്രകാരം വെച്ച് നോക്കിയാൽ ഒരു അദ്വൈതിയാണ് പൊതുവെ. ഞാനിത് പറയുമ്പോൾ തന്നെ ഉടനെ തന്നെ ചില ഭാഗങ്ങളിൽ നിന്നും എതിർപ്പ് വരുമെന്ന് എനിക്കറിയാം. ഗുരുവിൻ്റെ ദർശനം ശങ്കരൻ്റെ അദ്വൈതത്തിൽ നിന്നും മുന്നോട്ട് പോയെന്നോ അല്ലെങ്കിൽ തികച്ചും വ്യത്യസ്തമാണെന്നോ ഉള്ള ശക്തമായ നിരീക്ഷണങ്ങളുണ്ട്. ഇപ്പം ഗുരു എഴുതിയ ദർശനമാലയിലെ 9ാം ഖണ്ഡമായിട്ടുള്ള യോഗദർശനത്തിൻ്റെ 10ാം പാദത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ കാരണമായിട്ട് ഞാൻ പറയുന്നത് രാജീവൻ മാഷ് ഇപ്പോൾ പറഞ്ഞതാണ്. ഗുരുവിൻ്റെ ആശയ ലോകത്തിൽ നിന്നുകൊണ്ട് വേണം ഗുരു സാമൂഹ്യ ഇടപെടലുകൾ നടത്തിയതിനെ മനസ്സിലാക്കണം എന്ന് രാജീവ് മാഷ് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. ഗുരുവിൻ്റെ കേരള സമൂഹത്തിലെ ഇടപെടലുകൾ ഒരു തത്വചിന്തകൻ ഒരു ഫിലോസഫർ നടത്തിയ ഇടപെടലുകളായി തന്നെ നാം
കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സംഘാടനങ്ങളും ഒരു ജ്ഞാനയോഗിയുടെ കർമ്മമാർഗമായിരുന്നു എന്നതാണ് എൻ്റെ വിചാരം. ദർശനമാലയിലെ യോഗ ദർശനത്തിൽ നാരായണ ഗുരു പറയുന്ന ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിൽ യോഗം എന്നതിനെ ജ്ഞാനയോഗമെന്നും കർമ്മയോഗമെന്നും രണ്ടായി ചുരുക്കാം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ യോഗ പദ്ധതികളിലെ 2 പ്രധാനപ്പെട്ട യോഗ പദ്ധതികളെ നാരായണ ഗുരു പുറത്തു നിർത്തുന്നുണ്ട്. ഒന്ന് ഭക്തിയോഗം, 2 രാജയോഗം. സ്വാമി വിവേകാനന്ദനെ പോലെയുള്ളവരൊക്കെ ആ രാജയോഗത്തിനെ വളരെ പ്രാധാന്യം കൊടുത്ത് എടുത്തിരുന്നയാളാണ്. നാരായണ ഗുരു ജ്ഞാനയോഗവും കർമ്മയോഗവുമാണ് പ്രധാനപ്പെട്ട 2 യോഗങ്ങൾ എന്ന് പറഞ്ഞു എന്നുള്ളതിൽ ഗുരുവിനെ കേരള സമൂഹത്തിലെ വിവിധ ഭാഗങ്ങൾ മനസ്സിലാക്കുന്ന രീതിയെ നമ്മൾ ഈ പരിസരത്ത് നിന്ന് കാണണം. അതായത് ഗുരുവിലെ ജ്ഞാനയോഗിയെ ഒരു അദ്വൈതിയോ ഹിന്ദുവോ ആയി കാണാനുള്ള ശ്രമവും, അത് ഇന്നത്തെ ഇന്ത്യയിലെ അധികാര രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സ്വന്തമായി കാണുവാനുള്ള ഒരു ശ്രമവും ഒരു വശത്ത് നടക്കുമോ. എന്നാൽ അദ്ദേഹത്തിൻ്റെ കർമ്മയോഗിയെ ആ ജ്ഞാന സമ്പ്രദായത്തിൽ നിന്നും തികച്ചും വേർപ്പെടുത്തി അത് നമ്മുടെ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ നായകനാണ് നാരായണ ഗുരു എന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിനെ മാത്രം കാണുകയും അതിൻ്റെ ഒരു ഭാഷ്യം മാത്രമായിട്ട്, അടിസ്ഥാന ധാരയായിട്ട് മാത്രം പ്രവർത്തിക്കുന്നതാണ് ഈ ജ്ഞാനമാർഗം എന്നുള്ള രീതിയിലുമാണ് ഈ ഇടതുപക്ഷ മുഖ്യധാര നാരായണ ഗുരുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ 2 ആർട്ടിക്കുലേഷൻസ് ഈ നാരായണ ഗുരുവിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ട്. ഇത് ഒരു ദാർശനികൻ സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമാണോ? ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഈ വിഷയത്തെ സമീപിക്കുന്നതിൽ എനിക്ക് വ്യത്യസ്തമായ ഒരു രീതിയുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം ആമുഖമായിട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് ആമുഖമായി പറയട്ടെ. അതായത് ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരെയും മഹാത്മാക്കളെയും എന്ന് പറയാം പൊതുവേ തന്നെയും ഈ വിധത്തിൽ ഇന്ത്യൻ തത്വചിന്തയുടെ ഭൂതകാലവുമായി ബന്ധിപ്പിക്കുന്ന രീതി പൊതുവെ കാണാവുന്നതാണ്. എന്നാൽ ആ വിധത്തിൽ നമ്മൾ വേദാന്തത്തിൻ്റെ പരികൽപ്പനകളിലൂടെ, അതിൻ്റെ ആശയധാരകളിലൂടെ, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും വകഭേദങ്ങളിലൂടെ ഈ മഹാത്മാക്കളെ നമ്മൾ ഈ പറയുന്ന വൈകുണ്ഠസ്വാമി ആയാലും സിദ്ധ ട്രഡീഷനാണ്, സിദ്ധ പാരമ്പര്യത്തിലാണ്. അതുപോലെ നാരായണ ഗുരു സിദ്ധ പാരമ്പര്യവും വേദാന്ത പാരമ്പര്യവും, ഈ പാരമ്പര്യങ്ങളിലൊക്കെ വെച്ച് നമ്മൾ അപഗ്രഥിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവരിങ്ങനെ ആ വേദാന്തമാണോ ഈ വേദാന്തമാണോ, അതിൻ്റെ ഏത് ആസ്പെക്റ്റാണ് ഇവരിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള സൈദ്ധാന്തിക ചർച്ചകളേക്കാൾ പ്രധാനമാകുന്നത് ഇവർ ഈ ഭാരതീയ ആശയങ്ങളെ ഇവിടുത്തെ കീഴാള ജനതയ്ക്കു വേണ്ടി എങ്ങനെ പുനർനിർമ്മിച്ചു, എങ്ങനെ പുനരാവിഷ്കരിച്ചു, ആ പ്രക്രിയ എന്താണ് എന്നാലോചിക്കുന്നതായിരിക്കും പ്രധാനമായിട്ട് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഗോപാലകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ നാരായണ ഗുരുവിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള മറ്റൊരു ലേഖനത്തിൽ വേദാന്തത്തിൻ്റെ ന്യൂനപക്ഷവൽക്കരണം എന്നൊരാശയം ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഈ ന്യൂനപക്ഷവൽക്കരണം എന്നുള്ളത് എൻ്റെ ഒരു കണ്ടുപിടുത്തമൊന്നുമല്ല. എങ്ങനെയാണ് ലോകം മുഴുവനും ഉപരിവർഗങ്ങൾ, മുകളിലുള്ള സമ്പന്ന വിഭാഗങ്ങൾ അല്ലെങ്കിൽ മുകളിലുള്ള ഉന്നത ജാതികൾ ഒക്കെ താഴേക്കടയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇതുപോലെ സൈദ്ധാന്തിക ചർച്ചകളിലും മോക്ഷ ചർച്ചകളിലും വിമോചന ചർച്ചകളിലുമൊക്കെ മുഴുകി പോന്ന കഴിഞ്ഞ 1000 ആണ്ടുകൾ, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതേ ആശയങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ അടിത്തട്ടിലുള്ള സാധാരണ മനുഷ്യൻ്റെ ജീവിതമോചനം എങ്ങനെ സാധ്യമാക്കാം, സ്വർഗത്തിലേക്കുള്ള വഴിയല്ല, അതിൽ കൂടുതൽ അവരുടെ ജീവിതത്തിലുള്ള മോചനം എങ്ങനെ സാധ്യമാക്കാം എന്നതിനു വേണ്ടി വേദാന്തത്തെ
സർഗാത്മകമായി പുനരാവിഷ്കരിക്കുക എന്നുള്ളത്, അതിനെ അധകൃതൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, അങ്ങനെ ഒരു സാമൂഹ്യ സങ്കല്പത്തെ വിഭാവന ചെയ്യുക, അതാണ് ഒരു പുതിയൊരു സമൂഹത്തിൻ്റെ ഉണ്മയെ വിഭാവന ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ ഇതിനെയെല്ലാം അവർ ഒരു ന്യൂനപക്ഷവൽക്കരണമെന്നോ കീഴാളവൽക്കരണമെന്നോ ഒക്കെ പറയാവുന്ന വിധത്തിലുള്ള ഒരു പുനഃസൃഷ്ടി നടത്തുന്നുണ്ട്. അങ്ങനെ അവർ പുനഃസൃഷ്ടിക്കുകയാണ് അതിനെ. ഈ പുനഃസൃഷ്ടിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കാണണം നമ്മൾ. അത് ആശയതലത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. അതേതെങ്കിലും ഭഗവത്ഗീത വിവർത്തനം ചെയ്യുന്നത് പോലെ നടക്കുന്ന ഒരു കാര്യമല്ല. ഏതെങ്കിലും പ്രാദേശിക ഭാഷയിലേക്ക് ഒരു ഉയർന്ന ആശയത്തെ കൊണ്ടുവരുന്നത് പോലുള്ളൊരു കാര്യമല്ല. അവിടെ നടക്കുന്നത് ഈ അടിത്തട്ടിലുള്ള അമർന്നുപോയ ജീവിതങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. അതുവരെ അതിന് ഭാഷയില്ല. അതാണ്, അതിന് ഭാഷയില്ല. ആ ജീവിതത്തിന് അതിന് ചേഷ്ടകളില്ല, ആവിഷ്കാര മാധ്യമങ്ങളില്ല. ഇങ്ങനെയുള്ള ഒരു ജനതയുടെ ജീവിതത്തിൻ്റെ ഉണ്മയെ ഇതിനെ ഉപാധിയാക്കിക്കൊണ്ട്, ഇത് ഉപാധിയാണ്, ഇതിനെ ഉപാധിയാക്കിക്കൊണ്ട് വേദാന്തത്തെ ഒരു ചട്ടക്കൂടാക്കിക്കൊണ്ട് ഈ താണവൻ്റെ ജീവിതത്തെ അതിലേക്ക് ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് രൂപവും ഭാവവും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയ ആണ് ശരിക്കു പറഞ്ഞാൽ ഗാന്ധി പോലും നടത്തിയതാണ്. ഇത്തരം ഒരു ചർച്ചയിൽ പ്രധാനമായിട്ട് വരുന്നത് ഇതിൻ്റെ എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്ന കാറ്റഗറീസ് എല്ലാം പടിഞ്ഞാറനാണ്. ഗാന്ധിയെപ്പോലും ചർച്ച ചെയ്യുന്നത് പടിഞ്ഞാറനായിട്ടാണ്. ഗാന്ധി എന്താണ് ഈ അടിത്തട്ടിലുള്ള ഭാഷയില്ലാത്ത മനുഷ്യനെ കണ്ടെത്തി. അതാണ്, ജീവിതാവിഷ്കാര മാർഗങ്ങളില്ലാത്ത മനുഷ്യനെ ഗാന്ധി കണ്ടെത്തി. അതുകൊണ്ടാണല്ലോ ഈ ചമ്പാരനിൽ നമ്മുടെ സമയത്തെക്കുറിച്ചുള്ള ചമ്പാരനിൽ ഗാന്ധി വളരെ വൈമനസ്യത്തോടു കൂടിയാണ്. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ അറിയാമല്ലോ അത്. ചമ്പാരനിലെ കർഷകരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ കൊടിയ ചൂഷണത്തിൽ നിന്ന് ആ പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ഗാന്ധിയെ വിളിച്ചിരുന്നു. ഗാന്ധി കാരണം ഈ പടിഞ്ഞാറൻ ജീവിതത്തിൽ വളരെ പരിചയമുള്ള ആളാണ്. ഇവിടുത്തെ അടിത്തട്ടിലുള്ള മനുഷ്യരെക്കുറിച്ച് നേരിട്ടുള്ള പരിചയം അന്ന് ഗാന്ധിക്കില്ല. ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യം ഗാന്ധി വരുമ്പോൾ അതൊക്കെ പറഞ്ഞു കേൾവി പോലെ, കേട്ട് കേൾവി പോലെയേ ഉള്ളൂ. വളരെ നിർബന്ധിച്ചിട്ടാണ് പലരും വളരെ ഗാന്ധിയുടെ പിന്നാലെ നടന്നിട്ടാണ് ചമ്പാരനിലേക്ക് അവിടെ കൊണ്ടുപോകുന്നത്. ചമ്പാരനിൽ ചെന്ന് അവരുടെ ഇപ്പോൾ അന്ന് അവരൊക്കെ എഴുതി കൊടുത്ത പരാതികളൊക്കെ അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരുടെ ജീവിതം ഗാന്ധി കണ്ടു മനസ്സിലാക്കുന്ന ഒരു മുഹൂർത്തമുണ്ട്. ചമ്പാരനിൽ ചെന്ന് ഈ പ്രദേശത്തുള്ള കർഷകരുടെ കഷ്ടപ്പാടുകളെല്ലാം ഇങ്ങനെ തിരയാനായിട്ട് ഗാന്ധി അവിടെ സഞ്ചരിക്കുന്നത് കാലത്ത് അവർ ഗാന്ധിയെ ഒരു ആനപ്പുറത്താണ് കൊണ്ടുപോകുന്നത്. ആനപ്പുറത്തിരുന്നു കൊണ്ട് ഗാന്ധി തിരിഞ്ഞു നോക്കിയപ്പോൾ ആയിരക്കണക്കായ ദരിദ്ര കർഷകർ അങ്ങനെ തൻ്റെ പിന്നാലെ ഇങ്ങനെ കൂട്ടമായി വരുന്ന ഒരു കാഴ്ച ഗാന്ധി കണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കാഴ്ചയല്ല പ്രധാനം. ഗാന്ധി അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ദൈവത്തെ കണ്ടുവെന്നാണ്, ദൈവത്തെ നേരിൽ കണ്ടുവെന്നാണ്. എന്ന് പറഞ്ഞാൽ അതാണ് പറയുന്നത്, അതൊരു വെസ്റ്റേൺ കാറ്റഗറി അല്ല. ഇന്ത്യയിലെ ഈ ലക്ഷക്കണക്കായ ദരിദ്ര നാരായണരാണ് ദൈവം. അതാണ്, അവർക്ക് രൂപവും ഭാവവുമില്ല. ആ മനുഷ്യരെ കാണുകയാണ് ചെയ്യുന്നത്. ആ ദൈവത്തെയാണ് ഗാന്ധി ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ്. ഇത് ഒരു പടിഞ്ഞാറൻ രാഷ്ട്രീയ ഗണത്തിനോ പടിഞ്ഞാറൻ തത്വചിന്തയ്ക്കോ പടിഞ്ഞാറൻ തത്വചിന്ത ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യൻ തത്വചിന്തയുടെ വ്യാഖ്യാനങ്ങൾക്കോ ഓറിയൻ്റലിസ്റ്റ് വ്യാഖ്യാനങ്ങൾക്കോ ഒന്നും എത്തിപ്പെടാൻ കഴിയുന്നതല്ല. ഞാനിത് പറയാൻ കാരണം നാരായണ ഗുരുവിനെയും വൈകുണ്ഠസ്വാമിയെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു മറ്റൊരു ഭാഷയുണ്ട്. ആ ഭാഷയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതാണ്, നമ്മൾ വ്യാഖ്യാനങ്ങളിൽ നിൽക്കുകയാണ് ഇപ്പോഴും. വ്യാഖ്യാനിക്കാതെ
ഈ അടിത്തട്ടിലുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇവരിങ്ങനെ ഇതിനെയെല്ലാം, ഈ തത്വചിന്തകളെയെല്ലാം പുനർവിഭാവനം ചെയ്തു. ഗാന്ധി എങ്ങനെ പുനർവിഭാവനം ചെയ്തു എന്ന് ഇതുവരെ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ പറഞ്ഞ പിന്നാലെ വരുന്ന ലക്ഷങ്ങളുണ്ടല്ലോ, അവർ ദൈവമാണ് എന്നുള്ള ആ ഒരു വെളിപാടാണ് പിന്നീട് ഗാന്ധിയുടെ സമരങ്ങളെ മുഴുവൻ നയിച്ചത്. അതാണ്. അല്ലാതെ ഇവിടുത്തെ പറയുന്ന ലിബറൽ ഡെമോക്രസിയോ പാർലമെൻ്ററി ജനാധിപത്യമോ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ പറയുന്ന സ്വാതന്ത്ര്യമോ സമത്വമോ ഒന്നുമല്ല. അതല്ലാത്ത ഒരു ബദൽ രാഷ്ട്രീയം ഇന്ത്യയുടെ അടിത്തട്ടിൽ നിന്ന് ഉയർത്തിയെടുക്കാൻ ഗാന്ധിയും വൈകുണ്ഠസ്വാമിയും നാരായണ ഗുരുവും എല്ലാം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ സ്ഥാനത്താണ് കാവിയും ചുവപ്പും വിളയാടാൻ ശ്രമിക്കുന്നത്. അവരടിച്ചമർത്തുകയാണ് ഇന്ത്യൻ ജനതയുടെ യഥാർത്ഥ ജീവിത ശക്തിയെ. ആ ശക്തിയെ ഉയർത്തിയെടുക്കാൻ ശ്രമിച്ചവരാണിവർ. അവരെയാണ് നാം വിസ്മരിക്കുന്നത്. അവരെയാണ് നാം കാവിയിലേക്കും ചുവപ്പിലേക്കും പങ്കിട്ട് എടുക്കാൻ ശ്രമിക്കുന്നതും. അതാണ് പരാജയം. ഈ ദുരവസ്ഥയെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. ഈ തമസ്കരണത്തെയാണ് നമ്മൾ പുതിയ വെളിച്ചം കൊണ്ട് ഭേദിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഹോർത്തൂസിലെ ഈ വേദിയിൽ വലിയൊരു നാരായണ ഗുരുവിനെ രാജീവൻ മാഷ് മനസ്സിലാക്കുന്ന രീതിയിൽ പോലും വലിയൊരു ദിശാമാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. തികഞ്ഞ മാർക്സിസ്റ്റ് ചിന്താശൈലിയിൽ നാരായണ ഗുരുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും നാരായണ ഗുരുവിനെ കുറിച്ച് എഴുതുകയും മാർക്സിസ്റ്റ് ചരിത്ര വിശകലന രീതിയിലാണ് ഇതിനു മുൻപ് വന്നിട്ടുള്ള നാരായണ ഗുരുവിനെ കുറിച്ചുള്ള ലേഖനങ്ങളുമെല്ലാം. ഇപ്പോൾ ആ പാശ്ചാത്യമായിട്ടുള്ള ആ ടൂൾസ് ഉപയോഗിച്ചിട്ടല്ല നാരായണ ഗുരുവിനെ പോലെയുള്ള ഒരു പ്രതിഭാസത്തിനെ മനസ്സിലാക്കേണ്ടതെന്നും ഗാന്ധി എന്ന പ്രതിഭാസത്തെ മനസ്സിലാക്കേണ്ടതെന്നും എന്ന് രാജീവൻ മാഷെ ഈ വേദിയിൽ പറയുമ്പോൾ ഇതിനു മുൻപ് പറയാത്ത ഒരു ഭാഷ രാജീവൻ മാഷ് പറയുകയും അതേസമയം തന്നെ ഒരു തരത്തിലും ഇന്ത്യയിലെ തീവ്ര ഹിന്ദു ശക്തികൾക്ക് സഹായകമാകരുത് ഈ ചിന്താരീതി എന്ന ശ്രദ്ധയും കൂടി രാജീവൻ മാഷിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് പൗരസ്ത്യമാണ് എന്ന്, അല്ലെങ്കിൽ ഇത് പാശ്ചാത്യമായ രീതിയിലല്ല നാരായണ ഗുരുവിൻ്റെ ഭാഷയെ മനസ്സിലാക്കേണ്ടത്, ഗാന്ധിയുടെ ഭാഷയെ മനസ്സിലാക്കേണ്ടത് എന്ന് രാജീവൻ മാഷ് പറയുമ്പോൾ തന്നെ അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടിയാണ് പറയുന്നത്. ഇത് ഒരു കാരണവശാലും ഹിന്ദുത്വ ശക്തികൾ ഈ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ നാം അനുവദിച്ചു കൂടാ, അവർ നാരായണ ഗുരുവിനെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഒരു അവസാനത്തെ ഒരു 10 മിനിറ്റ് ഓഡിയൻസിന് എന്തെങ്കിലും ചോദ്യങ്ങൾ രാജീവ് മാഷിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പാശ്ചാത്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആ ടൂൾസ് വെച്ചിട്ട് നാരായണ ഗുരുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുമ്പോഴാണ് ഈ നാരായണ ഗുരു ജാതിയെ കണ്ടതിനെക്കുറിച്ചുള്ള ഒരു ഇതാണ്. ഈ 1914 നാരായണ ഗുരു എഴുതിയതാണ് ജാതി ലക്ഷണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കവിത. അതിൽ അനുഷ്ടുപ്പ് വൃത്തത്തിൽ എഴുതപ്പെട്ട അതിലെ ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത്, ശ്ലോകത്തിൻ്റെ ആദ്യത്തെ 2 വരി എന്ന് പറയുന്നത്, പുണർന്നു പെറുമെല്ലാം ഒരിനമാം, പുണരാത്തത് ഇനമല്ല എന്നാണ്. ജാതി നിർണയിക്കുന്നതെന്ന്, പുണർന്നു പെറുമെല്ലാം ഒരിനം, സെക്ഷുവൽ ആക്റ്റിൽ കൂടി ജനിക്കുന്നതെല്ലാം ഒരു ജാതി, പുണരാത്തത് ഇനമല്ല. അതായത് പുണരാതെ ജീവിക്കുന്ന ഒന്നും ഇനമല്ല, ജാതി അല്ല എന്നുള്ളതാണ്. എത്ര മനോഹരമായിട്ടാണ് ഗുരു അത് പറയുന്നത്. പുണർന്നു പെറുമെല്ലാം ഒരിനമാം, പുണരാത്തത് ഇനമല്ല. ഇത് 1914 നാരായണ ഗുരു എഴുതുമ്പോൾ നാരായണ ഗുരു മനുഷ്യ കേന്ദ്രീകൃതമായ ചിന്തയിൽ നിന്നും മാറുകയും മനുഷ്യനല്ല ചിന്തയുടെ കേന്ദ്രസ്ഥാനത്ത് വേണ്ടത്, പുണർന്നു പെറുമെല്ലാം ഒരു ഇനം എന്ന രീതിയിൽ ഈ ഒരു ചിന്താ വിപ്ലവം നാരായണ ഗുരുവിൽ നടന്നിട്ടില്ലേ എന്നുള്ളതാണ്. അല്ല, അത്
ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ഈ പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഈ പാശ്ചാത്യ ചിന്ത, ഈ പാശ്ചാത്യൻ്റെ മോഡേണിറ്റി, പാശ്ചാത്യ ആധുനികത എന്ന് പറയുന്നത് യൂറോ കേന്ദ്രിതമാണ്, യൂറോ മനുഷ്യനിൽ കേന്ദ്രീകൃതമാണ്. അത് മനുഷ്യ കേന്ദ്രിതമാണെന്ന് പറയുമ്പോൾ യൂറോപ്യൻ മനുഷ്യനിൽ കേന്ദ്രീകരിച്ചതാണ്. യൂറോപ്യൻ മനുഷ്യൻ മാത്രമേ മനുഷ്യരായിട്ടുള്ളൂ, ബാക്കിയെല്ലാം. അപ്പോൾ ഈ മനുഷ്യ കേന്ദ്രിതമായ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നാരായണ ഗുരുവിനെ വായിക്കുമ്പോഴാണ് നാരായണ ഗുരു മനുഷ്യകേന്ദ്രിതമായ ചിന്തയിൽ നിന്ന് മാറി ചിന്തിക്കുന്നു എന്ന് തോന്നുന്നത്. അവിടാണ് പ്രശ്നം. കാരണം നാരായണ ഗുരുവിന് അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ അധകൃത കാരണം അത് കളക്റ്റീവ് ലൈഫാണ്. അവിടെ കളക്റ്റീവ് ലേബർ എന്ന് മാർക്സ് പറയുന്നു. അതിനൊക്കെ ഞാൻ പിന്നെ വരുന്ന തരത്തിൽ അവർക്ക് മനുഷ്യകേന്ദ്രിതമായ ചിന്തയില്ല. ഇന്ത്യൻ അടിത്തട്ടിൽ, ഇന്ത്യൻ ജനതയിൽ മനുഷ്യ കേന്ദ്രിതമത്വം എന്ന് പറയുന്നത് മനുഷ്യനെ സെൻറ്റർ ചെയ്ത് അവർ ജീവിക്കുന്നില്ല. അവരെല്ലാ ജീവികളെയും പോലെ ഒരു ജീവിയായിട്ടാണ് ഇന്ത്യയിലെ മനുഷ്യർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നാരായണ ഗുരു അങ്ങനെ എഴുതിയത്. അല്ലാതെ നമുക്ക് തോന്നുന്നതാണത് നാരായണ ഗുരു ഇതാ മനുഷ്യ കേന്ദ്രിതത്തിൽ നിന്ന് മാറിയിരിക്കുന്നുവെന്ന്. അങ്ങനെ മാറേണ്ട ആവശ്യമില്ല. നാരായണ ഗുരുവിന് പുണർന്നു വെറും എല്ലാം ഒരു ഇനമാണെന്നുള്ളത് പശുവും നായയും എല്ലാം, അതുപോലെ എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണെന്നുള്ളത് ഇവിടുത്തെ ഈ ജനസഞ്ചയങ്ങൾക്ക് മുഴുവനും സഹജമായിട്ടുള്ളൊരറിവാണ്. അതാണ് പ്രശ്നം. അതിൻ്റെ രാജീവ് മാഷ് ഇങ്ങനെ പറയുമ്പോൾ രാജീവൻ മാഷിൻ്റെ ഈ ആർഗ്യുമെൻറ്റിനെ ഇന്ത്യൻ ഹിന്ദുത്വ ശക്തികൾ അവരുടെ ആർഗ്യുമെൻ്റായിട്ട് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, അത് ഇപ്പോൾ അവരുടെ ആർഗ്യുമെൻ്റായിട്ട് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗാന്ധിയെ അടക്കം നാരായണ ഗുരുവിനെ അടക്കം നാരായണ ഗുരു പറഞ്ഞ കാര്യങ്ങളെയൊക്കെ തന്നെ അവരുടെ ആർഗ്യുമെൻ്റായിട്ട് എടുക്കുന്നുണ്ടല്ലോ. അതെടുക്കുന്നുണ്ട്. അതാണ്. അപ്പോഴതിനെ നമ്മൾ കൗണ്ടർ ചെയ്യണമെങ്കിൽ നാരായണ ഗുരുവിൻ്റെ അടിസ്ഥാന ദർശനം എന്താണ്? അതാണ് ഹിന്ദുത്വയുടെ ദർശനം എന്താണ്? നമുക്കറിയാമല്ലോ. നമ്മളിപ്പോൾ ഈ വിഷയം തന്നെ കാവിക്കും ചുവപ്പിനും ഇടയിൽ നിന്നാണല്ലോ. എന്താണ് ഈ കാവി എന്ന് പറയുമ്പോൾ? ഒരു ഏകീകൃത ഹിന്ദു മതം, ഹിന്ദു രാഷ്ട്രം എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണത്. ഇന്ത്യയിലൊരു ഒരു ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതം തന്നെ വളരെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു കാര്യമാണത്. ആ മതസങ്കല്പം തന്നെയും വളരെ അടുത്ത കാലത്ത്, എന്ന് വെച്ചാൽ ഒരു കൊളോണിയൽ സൃഷ്ടിയാണെന്ന് തന്നെ പറയാം. വെച്ചാൽ ആയിരക്കണക്കോ ലക്ഷക്കണക്കോ ആയ വിശ്വാസങ്ങളും ജീവിത രീതികളും സംസ്കാരങ്ങളും ഭാഷകളുമൊക്കെ ആയിട്ട് അങ്ങനെ വൈവിധ്യപൂർണമായിട്ട് ആർക്കും പിടികൊടുക്കാതെ നിന്ന ഒരു പ്രതിഭാസമാണ് ഇന്ത്യ. ഈ ഇന്ത്യയെ കയ്യിലൊതുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാരൻ ഓറിയൻ്റലിസം ഉണ്ടാക്കിയതും ഇൻഡോളജി ഉണ്ടാക്കിയതും ഒരു ഹിന്ദുമതത്തെ സങ്കല്പിച്ചതും. അവരുടെ ആവശ്യമായിരുന്നു ആ ഹിന്ദുമതം. ആ ഹിന്ദുമതത്തെയാണ് ഇന്ന് ഈ ഹിന്ദുത്വവാദികൾ എടുക്കുന്നത്. അത് ഇന്ത്യനല്ല. പക്ഷേ ഇന്ത്യയുടെ ജനജീവിതത്തിൻ്റെ സംസ്കാരം വേറെയാണ്. അതിൻ്റെ പ്രതിനിധിയാണ് നാരായണ ഗുരു. അവിടെയാണ് ഈ ഭേദമുണ്ടല്ലോ. നാരായണ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഗാന്ധി ഈ ഇന്ത്യൻ ജനതയുടേതാണ്, അല്ലാതെ കൊളോണിയൽ സൃഷ്ടികളല്ല. അപ്പോൾ കൊളോണിയൽ സൃഷ്ടിയിൽ നിന്ന് നമ്മൾ ഇതിനെ മാറ്റി നിർത്തുകയാണ് ഗോപാലകൃഷ്ണൻ ചോദിച്ച ഉത്തരത്തിനുള്ള മറുപടി എന്ന് പറയുന്നത്. അത് നമുക്ക് ഇതിനെ തുറന്നു കാണിക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. ഇത് വളരെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു ഫാസിസ്റ്റ് പ്രതിഭാസമാണ്. കൊളോണിയലിസ്റ്റുകൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയത് ഒരു പുതിയ രാഷ്ട്രീയ ശക്തി ഏറ്റെടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ അതിനകത്ത് പറയാനുള്ളത്. SNDP യോഗം നാരായണ ഗുരു SNDP യോഗത്തിൻ്റെ സ്വന്തമാണെന്നും അതുവഴി മാത്രം നാരായണ ഗുരു ലോകത്തിൻ്റെ സ്വന്തമാണെന്നും ശിവഗിരി മഠം നാരായണ ഗുരു ശിവഗിരി മഠത്തിൻ്റെ മാത്രം സ്വന്തമാണെന്നും അതുവഴി ലോകത്തിൻ്റെ സ്വന്തമാണെന്നും ഹിന്ദുത്വ ശക്തികൾ നാരായണ ഗുരു അവരുടെ സ്വന്തമാണെന്നും അങ്ങനെ നാരായണ ഗുരു ലോകത്തിൻ്റെ സ്വന്തമാണെന്നും ഇന്ത്യൻ സന്യാസി പരമ്പരകൾ നാരായണ ഗുരു അവരുടെ സ്വന്തമാണെന്നും അതുവഴി ലോകത്തിൻ്റെ സ്വന്തമാണെന്നും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നാരായണ ഗുരുവിൻ്റെ തുടർച്ചയാണെന്നും
അതുകൊണ്ട് നാരായണ ഗുരു അവരുടെ സ്വന്തമാണെന്നും കരുതുന്ന രീതികൾക്കപ്പുറത്തേക്ക് നാരായണ ഗുരുവിനെ മനസ്സിലാക്കുവാൻ ഉള്ള ഒരു വാതായനമാണ് ഇന്നത്തെ സംഭാഷണം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് സമയം സദസ്സിൽ നിന്ന് എന്തെങ്കിലും ചോദ്യം രാജീവൻ മാഷിനോടുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അല്ല, ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാതെ ഈ ചർച്ച അവസാനിക്കുന്നത് ശരിയായിരിക്കും. കാരണം മാർക്സിസ്റ്റ് നിലപാടിൽ നിന്നുകൊണ്ട്, മാർക്സിസ്റ്റ് സൈദ്ധാന്തിക നിലപാടിൽ നിന്ന്, പാർട്ടി നിലപാടല്ല, സൈദ്ധാന്തിക നിലപാടിൽ നിന്നുകൊണ്ട് നാരായണ ഗുരുവിനെ പറ്റി എഴുതിയ ഒരാളെന്ന് ഞാനിന്ന് ഗോപാലകൃഷ്ണയുടെ പറയുകയുണ്ടായി. ഇപ്പോഴതിൽ നിന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയുന്നു എന്നും പറയും. അപ്പോൾ അതൊന്ന് വ്യക്തമാക്കാനുണ്ട്. ഇത് മാർക്സ് തന്നെയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അവസാനകാല കൃതികളിൽ മാറ്റി പറഞ്ഞതാണ്. കാരണം വെസ്റ്റേൺ മോഡേണിറ്റി അല്ല ഇനി വരാനിരിക്കുന്ന മാർക്സിസത്തിൻ്റെ അടിസ്ഥാനമെന്നും, അതിനു പകരം കിഴക്കൻ യൂറോപ്പിലെ ഗോത്ര ജനതയുടെ സമരങ്ങളിൽ നിന്നാണ്, അവരുടെ ജീവിതത്തിൽ നിന്നാണ് ഇനി ലോകവിപ്ലവം നടക്കാൻ പോകുന്നതെന്നും, അല്ലാതെ തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവത്തിൽ കൂടെ അല്ല, കീഴാള ജനതയുടെ വിപ്ലവത്തിൽ കൂടെയാണ് വരാൻ പോകുന്നതെന്നും വളരെ വിശദമായി അവസാന കാലത്തെ മാർക്സ് എത്നോളജിക്കൽ നോട്ട്ബുക്സിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ മറച്ചു വയ്ക്കപ്പെടുകയും സ്റ്റാലിൻ്റെ കാലത്ത് അതൊക്കെ പൂഴ്ത്തിവെക്കപ്പെടുകയും ചെയ്തതാണ്. അതൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നാരായണ ഗുരുവും ഗാന്ധിയും മാർക്സും ഒക്കെ ഒരേ വഴിക്ക് തന്നെയാണ് ചിന്തിച്ചത് എന്ന് മനസ്സിലാക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ പേര് സിജിൻ എന്നാണ്. വളരെ മനോഹരമായ ചർച്ചയാണ്, വളരെ എൻജോയ് ചെയ്തു. അതാദ്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ ചർച്ചയിൽ 2-3 ആശയങ്ങൾ ദ്വന്ദ്ങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഒന്ന് പുരോഗമനാശയങ്ങൾ എന്ന് നിങ്ങൾ പറയുന്ന വെസ്റ്റേണിറ്റി, പിന്നെ ഇന്ത്യൻ ആശയങ്ങളിൽ നിന്ന് പറയുന്നവയും. അപ്പം എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ സിന്ധു നദീതട സംസ്കാരം കുറച്ചുകൂടെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സംസ്കാരമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാണ് നമുക്ക് ഈ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംസ്കാരം നഷ്ടപ്പെട്ടത്? ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണോ അതോ അതിനു മുമ്പ് എന്നെങ്കിലും ആയിരുന്നോ? അല്ല, നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, നാം ഹിന്ദു മതം എന്നൊരു മതത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചല്ലോ. ഹിന്ദുമതം എന്നൊരു മതം എന്നത് ഇന്ത്യയിൽ ആദിമ പുരാണങ്ങളിൽ പോലും ഹിന്ദുമതം എന്നൊരു മതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളില്ല. ഇതൊക്കെയും ഈ ഓറിയൻ്റലിസ്റ്റ് പണ്ഡിതന്മാർ, ഏതാണ്ട് മാക്സ് മുള്ളർ മുതൽക്ക് പോൾ ഡൗസൺ വരെയുള്ള 100 കണക്കായിട്ടുള്ള പാശ്ചാത്യ പണ്ഡിതന്മാരാണ് ഇന്ത്യയെ ഇങ്ങനെ ഒരു ഏകീകൃത സംസ്കാരമായി, ഒരു ഏകീകൃത ചിന്തയായി ഒക്കെ ഒരു പ്രസ്ഥാനമാക്കാൻ പാകത്തിൽ രൂപപ്പെടുത്തി കൊടുത്തത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് ബ്രിട്ടീഷുകാരുടെ ഒരു ആവശ്യമായിരുന്നു. അത് അവർക്ക് ഇന്ത്യയുടെ മേൽ അധികാരം സ്ഥാപിക്കണമെങ്കിൽ ഇന്ത്യയെ ഏകീകരിക്കേണ്ടത് ആവശ്യം, ഭൂമിശാസ്ത്രപരമായിട്ട് മാത്രമല്ല സാംസ്കാരികമായും അവർക്ക് ഏകീകരിക്കണമായിരുന്നു. അതിനുള്ളൊരു ഉപകരണമായിട്ടാണ് അവരത് ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഏകീകരിച്ചത്. യഥാർത്ഥത്തിൽ അടിത്തട്ടിലുള്ള വൈവിധ്യം അത് പരസ്പര ശത്രുതയിലുള്ളതല്ല യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. അത് വൈവിധ്യത്തിൽ കൂടെ നിൽക്കുന്ന ഒരു ബദൽ ജീവിത രീതിയാണത്. അതൊരു ബദൽ അധികാര സമ്പ്രദായമാണ്. അത് ഭരണകൂടത്തെ ആശ്രയിക്കുന്നതല്ല. കാരണം ഇതൊന്നും ഭരണകൂടത്തെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല വാസ്തവത്തിൽ. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ വൈകുണ്ഠസ്വാമികളെ പറ്റി സൂചിപ്പിച്ചല്ലോ. വൈകുണ്ഠസ്വാമികളുടെ ആ കാലത്ത് തന്നെയും വൈകുണ്ഠസ്വാമിയുടെ സമരം നടക്കുമ്പോൾ, സമരം നടക്കുന്നതിന് തൊട്ട് വളരെ മുമ്പ് മുതൽക്ക് തന്നെ ഭരണകൂടത്തിനെതിരായിട്ട് ജനങ്ങൾ സമരം ചെയ്യുന്ന രീതികളുണ്ടായിരുന്നു. നമ്മളതൊന്നും അത്ര പരിഗണിച്ചിട്ടില്ല. ഭരണകൂടത്തിൻ്റെയും ഉപരിജാതികളുടെയും അതിക്രമങ്ങൾക്കെതിരായിട്ട് ജനങ്ങൾ വിവിധ രീതികളിൽ സമരം ചെയ്തിരുന്നു. സംഘകാലം മുതൽക്കുള്ള പട്ടിണി, സത്യഗ്രഹമൊന്നും അത്ര പുതിയതല്ല. 1000കണക്കിന് വർഷം മുമ്പ് പട്ടിണി എന്ന് പറയുന്ന സമരരൂപം ഉണ്ടായിരുന്നു. അതുപോലെ രാജാക്കന്മാരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ചെയ്തിരുന്ന ഏറ്റവും കടുത്ത ഒരു സമരരൂപം എന്ന് പറയുന്നത് ദേശത്യാഗം എന്നൊരു സമരരൂപം ഉണ്ടായിരുന്നു.
ഒരു രാജാവ് ജനങ്ങൾക്ക് ദ്രോഹകരമായി പ്രവൃത്തി ചെയ്യുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ മുഴുവനും, കുട്ടികളും സ്ത്രീകളും വൃദ്ധരും അവരുടെ വളർത്തുമൃഗങ്ങളും അടക്കം കാടിൻ്റെ ആഴത്തിൽ അഗാധതയിലേക്ക് നാട് വിട്ടുപോകും. ദേശത്യാഗം. നാട് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു വരാൻ കൂട്ടാക്കില്ല. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം. പ്രജകളാണ് പോകുന്നത്. പ്രജകൾ നാട് വിട്ട് രാജാവിനെ ഇല്ലാതാക്കുന്ന സമരരൂപമായിരുന്നു അത്. അങ്ങനെ ഒരു സമരം നടത്തിയതിന് തിരുവിതാംകൂറിലെ ഒരു രാജാവിന് അവസാനം ജീവിക്കാൻ മാർഗമില്ലാതായി. രാജാവിനും നായന്മാർക്കും കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ. ജീവിക്കാൻ മാർഗമില്ലാതായി രാജാവ് തന്നെ കാട്ടിലേക്ക് പോയി ഈ പ്രജകളോട് മാപ്പ് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന ചരിത്രമുണ്ട് ഇവിടെ. അതിൻ്റെ തുടർച്ചയാണ് നാരായണ ഗുരു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യമാണിത്. ഈ രാജ്യത്തിൻ്റെ ഈ ശക്തികളെയാണ് ഈ ഹിന്ദുത്വ ശക്തികൾ മറച്ചു വെക്കുന്നത്. അത് ബ്രിട്ടീഷ് പാരമ്പര്യത്തിൽ നിന്നാണ്, ആ ബ്രിട്ടീഷ് പരികൽപ്പനകളിൽ നിന്നാണ് അവരത് ഉൾക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണത് പ്രതിലോമകരമായിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. സാറേ നമസ്കാരം. നമ്മളിവിടെ ചർച്ച ചെയ്തത് നാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെ ചുവപ്പ് ഒരു വശത്തേക്കും കാവി മറ്റൊരു വശത്തേക്കും പിടിച്ചു വലിച്ച് അതിനെ മലിനപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ ഇങ്ങനെ അല്ലാത്ത രീതിയിൽ നാരായണ ഗുരുവിൻ്റെ സ്വത്വം സംരക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് ഇത് രണ്ടും ഇടവും വലവും സംഘടിതരായതുകൊണ്ട് യഥാർത്ഥ നാരായണ ഗുരുവിൻ്റെ സ്വത്വം സംരക്ഷിക്കുവാൻ സംഘടിതരല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ ഈ സംഘടനാ ശക്തിക്ക് കീഴടങ്ങി ഈ പറയുന്ന മൂന്നാം വേർഷന് എന്ത് സംഭവിക്കും? അത് അത്തരത്തിൽ ഇത് സംരക്ഷിക്കുന്നത് സാധ്യമാകുമോ ഇല്ലയോ? അതിനെന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക? അതിൻ്റെ സാധ്യതകൾ എന്തെല്ലാമായിരിക്കും എന്ന് സാറ് പറയാമോ? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. നമ്മുടെ ചർച്ച കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു ചോദ്യമാണത്. കാരണം നമ്മളിങ്ങനെ ഈ ഒരു വശത്ത് കാവിയും ഒരു വശത്ത് ചുവപ്പും പങ്കിട്ടെടുക്കുക, രണ്ടും പാശ്ചാത്യമാണ്. കാവിയും ചുവപ്പും എന്നുള്ളത് നമ്മൾ വ്യക്തമായി കഴിഞ്ഞു. ഇനി എന്താണ് മാർഗം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. ഈ നാരായണ ഗുരുവും വൈകുണ്ഠസ്വാമികളും എല്ലാം ആവിഷ്കരിച്ച ഒരു നവമാനവികതയുണ്ട്. ആ പേര് വിളിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പാശ്ചാത്യ മാനവികതയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കീഴാള നവമാനവികതയുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനെയാണ് അവർ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇത് നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം. 2018 കേരളത്തിലൊരു വലിയ പ്രളയമുണ്ടായല്ലോ. ഈ കേരളത്തിലെ വലിയ പ്രളയമുണ്ടായപ്പോൾ അതിന് ആ പ്രളയ ജനരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് നാം കണ്ടതാണ്. ജനങ്ങൾ, കോളേജുകളിലെ വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, മത്സ്യത്തൊഴിലാളികൾ, എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ ഒരുമിച്ച് ഈ പ്രളയ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. കടപ്പുറത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ വള്ളം കൊണ്ടുവന്നാണ് പുഴകളിൽ നിന്ന് ജീവൻ രക്ഷിച്ചത്. വിദ്യാർത്ഥി അത് മാത്രമല്ല, ഈ വിദ്യാർത്ഥി നമ്മൾ പറയുന്ന ഈ ആൺപെൺ പ്രശ്നങ്ങളുണ്ടല്ലോ, കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ അത്, ആൺപെൺ പ്രശ്നം. ഈ ആണും പെണ്ണും എന്ന് പറയുന്ന ഭേദം പോലും മറന്നിട്ടാണ് കോളേജുകളിലെ ആൺകുട്ടികളും പെൺകുട്ടികളും പാതിരാത്രികളിൽ അന്ന് ഈ പിരിവ് നടത്താനായിട്ട് അലഞ്ഞു നടന്നെന്ന് ആലോചിക്കണം. ഇത് കേരളത്തിൻ്റെ അടിത്തട്ടിൽ നാരായണ ഗുരു പാകിയ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിത്ത് ഇടയ്ക്കിടെ മുളപൊട്ടുന്നതാണിത്. ആ മുളപൊട്ടലാണ്. അത് ഇടയ്ക്ക് മുളപൊട്ടുന്നത് നമ്മൾ കണ്ടു. ആ ഇടയ്ക്ക് മുളപൊട്ടിയതിനെ എന്തു ചെയ്തു ഇവർ? ആ പുതിയൊരു ലോകം, ഞാൻ പ്രളയാനന്തര മാനവികത എന്നൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ, ഈ മുളപൊട്ടുന്ന പുതിയ മാനവികത കണ്ടിട്ട്. പക്ഷേ അതിനോട് തൊട്ടു ചേർന്ന് സംഭവിച്ചത് എന്താണെന്നറിയുമോ? ഉടൻ തന്നെ ശബരിമല സ്ത്രീ പ്രവേശനത്തോട് ബന്ധപ്പെട്ട് ഇവിടുത്തെ വർഗീയ ശക്തികൾ എല്ലാം
ഈ പറഞ്ഞ വിഭാഗങ്ങളെ മുഴുവനും വീണ്ടും ഭിന്നിപ്പിച്ചു. അങ്ങനെ അത് തകർന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഈ ആൺപെൺ ഭേദമില്ലാതെ, രാപകൽ ഭേദമില്ലാതെ മനുഷ്യസേവയ്ക്കിറങ്ങിയ ഈ യുവതീ യുവാക്കളെ മുഴുവനും അവരുടെ വിദ്യാർത്ഥി, യുവജന, പോഷക സംഘടനകളിലേക്ക് വിഭജിക്കുകയും അവരെ മനുഷ്യരല്ലാതാക്കുകയും ചെയ്യുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല അവർ ഈ മനുഷ്യത്വഹീനമായ പോഷക സംഘടനകളിൽ കേരളത്തിലെ യുവജനങ്ങൾ എല്ലാ കാലത്തും ഒതുങ്ങി നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി വെള്ളപ്പൊക്കം വരാതെ തന്നെ ഈ ജനങ്ങൾ മുന്നോട്ട് വരും, ഒരുമിച്ച് വരും, ഇതിനെല്ലാം തട്ടിക്കളയും. അവരെയെല്ലാം നയിക്കുന്നത് നാരായണ ഗുരു ആയിരിക്കും എന്നുള്ളത് സംശയമില്ല. പ്രളയകാലത്ത് നാം കണ്ട ഒത്തൊരുമ എന്ന് പറയുന്നത്, അതിനെ നാരായണ ഗുരുവിനുമായിട്ട് കണക്ട് ചെയ്ത് രാജീവ് മാഷ് സംസാരിച്ചത്, ആ സ്പിരിറ്റ് ഇന്നും കേരള സമൂഹത്തിലുണ്ട്. അതിനുശേഷം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ സ്ത്രീവിരുദ്ധ പ്രക്ഷോഭത്തിൽ സ്ത്രീകളെ തെരുവിലിറക്കാൻ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾക്ക് കഴിഞ്ഞു എങ്കിലും ഞാൻ കരുതുന്നില്ല ഈ പ്രളയകാലത്ത് ഇറങ്ങിയ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളോ ആൺകുട്ടികളോ ആ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ പേരിൽ തെരുവിലിറങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ചുവപ്പിനും കാവിക്കും ഇടയിൽ അനാഥമായിരിക്കുകയല്ല നാരായണ ഗുരുവോ അല്ലെങ്കിൽ നാരായണ ഗുരുവിനെ മനസ്സിലാക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന തലമുറകളും അനാഥമല്ല. അവരിൽ ഈ ചിന്ത നിലനിൽക്കുന്നുണ്ടെന്നും ആ ചിന്ത തന്നെയായിരിക്കും ഈ സമൂഹത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നതെന്നും ഉള്ള പോയിന്റിൽ നമുക്ക് ഒരു കാര്യം അത് തന്നെയാണ് അതുകൊണ്ട് ഈ ഭാവിയുടെ നാരായണ ഗുരുവാണ് പ്രസക്തം എന്നുള്ളതാണ് ഗോപാലകൃഷ്ണൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഭാവി ജനത, പുതിയ വരുന്ന തലമുറ, അതാണ് അവരെ നയിക്കാൻ പോവുകയാണ് നാരായണ ഗുരു എന്നുള്ളതാണ്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ നാരായണ ഗുരു. ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഇന്ത്യൻ ദർശനത്തിൻ്റെ അഗാധമായ ആഴങ്ങളിൽ ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്ന നാരായണ ഗുരുവാണ് ഈ ചമ്പാരനിലെ ദരിദ്ര നാരായണന്മാർ മഹാത്മാഗാന്ധിക്ക് പിന്നിൽ അണിനിരന്നു എന്ന് പറയുന്നത് പോലെ നിരക്ഷരരായിട്ടുള്ള കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന അശരണർ ഈ ഗുരുവിൻ്റെ പിന്നിൽ അണിനിരുന്നത് ഗുരു പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജ്ഞാനസമ്പ്രദായം മനസ്സിലാക്കിയിട്ടല്ല, അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുകയായിരുന്നു. ഈ നാരായണ ഗുരു ഇതിനെക്കുറിച്ചുള്ള ഈ ചർച്ച ഇത്രയും ആഴമുള്ളതും ചിന്തോദ്ദീപകവും ആക്കിയതിന് ഞാൻ വ്യക്തിപരമായും ഹോർത്തൂസിൻ്റെ പേരിലും രാജീവൻ മാഷിന് കൃതജ്ഞത പറയുന്നു. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണന് ഇവിടെ ഇത്രയും ചിന്തോദ്ദീപകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതിന് ഗോപാലകൃഷ്ണൻ നന്ദി പറയുന്നു. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.